ഓക്കെ ഡിയർ ടീച്ചേഴ്സ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 3 ഒന്ന് ഓവറോൾ ഒന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ മൊഡ്യൂൾ 3യിലേക്ക് നമ്മളൊന്ന് പോവാണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ റിവിഷൻസിന്റെ കൂടി ആയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ് ഇങ്ങനെ കേട്ട് വരികയാണ് അല്ലെ, പുതിയ പുതിയ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നു. അതോടൊപ്പം തന്നെ മുമ്പ് പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വായിക്കണം. ഏറ്റവും പ്രധാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പോയട്രിയാണ്. പോയട്രിയുടെ സമ്മറി മാത്രം വായിച്ചു വെച്ച് പോകരുത്. ഡീറ്റെയിൽഡ് സ്റ്റഡിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും പോയട്രി ഒന്ന് കണ്ണോടിക്കണം. ഇപ്പൊ നമ്മൾ 3 മൊഡ്യൂൾസ് നോക്കി, അതിലെല്ലാം എത്ര വലിയ പോയട്രി ആണെങ്കിലും നമ്മൾ കറക്റ്റ് വരികൾ വായിച്ചാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, വരികൾ വായിച്ചാണ് പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതിലെ വരികളിലൂടെ ഒന്ന് കണ്ണോടിക്കണം. കാരണം ഈ ഇമ്മോർട്ടാലിറ്റിയോട് അതുപോലെ കുബ്ല ഖാൻ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ വരികൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് നിരന്തരം പോയട്രി നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുഞ്ഞു കുഞ്ഞു പോയട്രിയാണ്. നിങ്ങൾ അമേരിക്കൻ ലിറ്ററേച്ചറിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ബഫല്ലോ ബിൽസ് ഒക്കെ ചെറിയ പോയട്രിയാണ്. പൈഡി ബ്യൂട്ടിയൊക്കെ കുഞ്ഞു കുഞ്ഞു പോയട്രിയാണ്. അതൊക്കെ പിന്നെയും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും. വലിയ പോയട്രീസ് ഒന്ന് വായിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഡ്രാമയിലും നോവലിലും ഒക്കെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, അവരുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസ് ഒക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ഈ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആ സമയത്തെ തോട്ട് പ്രോസസ്സിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷേ ഈ ക്യാരക്ടേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അപ്പൊ മാക്സിമം നമ്മൾ റിവൈസ് ചെയ്താലേ മതിയാവുള്ളൂ. സോ റിവിഷൻ പാരലായിട്ട് തന്നെ നടക്കുക കേട്ടോ. ജസ്റ്റ് ഞാനതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. സോ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. സോ എല്ലാവരും കമന്റ് ചെയ്യുക. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ നമ്മൾ സാധാരണ 1-2 വർക്ക്സ് എടുത്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. ഇന്ന് നമ്മൾ ആ ഒരു മൊഡ്യൂൾ മൊത്തത്തിലൊന്ന് ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. സോ റെഡി അല്ലേ? എല്ലാവരും കമന്റ് ചെയ്യില്ലേ? യെസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ഓഡ് ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി? ഓഡ് ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഈ ഒരു പോയട്രിയുടെ പ്രത്യേകത. The laws of childhood's divine vision and spiritual growth. ഓപ്ഷൻ ബി ആണ് എല്ലാവരും പറയുന്നത്. യെസ്, കറക്റ്റ് ആണ് അല്ലെ. കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഡിവൈൻ വിഷൻ നഷ്ടമായിട്ടുണ്ടോ? ആത്മീയമായിട്ടുള്ള വളർച്ച എത്രത്തോളം സാധ്യമായിട്ടുണ്ട് എന്നൊക്കെ ഒരു ആകുലതയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അല്ലെ. ആരുടെ കവിതയായിരുന്നു? ചോദിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്തതിൽ വന്ന മിസ്റ്റേക്ക് ആണ്. ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. The laws of childhood divine vision and spiritual growth. ആരുടേതായിരുന്നു? ആരുടേതായിരുന്നു കവിത? ആരുടേതായിരുന്നു? ഇമ്മോർട്ടാലിറ്റി ആൻഡ് ഓഡ് ആരുടെ പോമാണ്? ആരുടെ പോമാണ്? ഇമ്മോർട്ടാലിറ്റി, യെസ്, വേർഡ്സ്വർത്ത് ആണ്. സോ ഈ ഒരു ഓഡ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതില് കോൾറിഡ്ജിന് മറ്റൊരു കവിത ഈ ഒരു ഓടുമായി ബന്ധപ്പെട്ട എഴുതിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. ഏതാണത്? ഈ ഒരു ഓടുമായി ബന്ധപ്പെട്ട് കോൾറിഡ്ജ് മറ്റൊരു കവിത എഴുതിയിട്ടുണ്ട്. നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞതാ, അതിന്റെ പ്രിഫേസിലേക്ക് നമ്മൾ പറഞ്ഞതാ. ഡിജക്ഷൻ ആൻഡ് ഓഡ് അല്ലെ. യെസ്. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഈ കവിതയുടെ പ്രതികരണമായിട്ടാണ് ഡിജക്ഷൻ ആൻഡ് ഓഡ് നമ്മുടെ കോൾറിഡ്ജ് എഴുതിയിട്ടുള്ളത് എന്ന് ഓർക്കുക. സോ വിച്ച് ലൈൻ ഫ്രം ദ പോം ബെസ്റ്റ് സമ്മറൈസ് ദ കോൺസെപ്റ്റ് ഓഫ് പ്രീ എക്സിസ്റ്റൻസ്? പ്രീ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കൃത്യമായിട്ട് സമ്മറൈസ് ചെയ്യുന്ന നമ്മുടെ കവിതയിലെ വരി. ദ ചൈൽഡ് ഈസ് ഫാദർ ഓഫ് ദ മാൻ ആണോ? ഓപ്ഷൻ എ ആണ് എല്ലാവരും ആൻസർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ആണ്. അവർ ബർത്ത് ഈസ് ബട്ട് എ സ്ലീപ്പ് ആൻഡ് എ ഫോർഗെറ്റിംഗ്. കേട്ടോ, കോൺസെപ്റ്റ് ഓഫ് പ്രീ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മനുഷ്യന്റെ മുന്നേയുള്ള നിലനിൽപ്പ്, പ്രീ എക്സിസ്റ്റൻസ്, അതിനെ കുറിച്ച് പറയുന്നത്. അവർ ബർത്ത്, നമ്മുടെ ജനനം എന്ന് പറയുന്നത്
ഒരു സ്ലീപ്പാണ് അല്ലെ, ഒരു ഉറക്കവും ഒരു മറവിയുമാണ്. ആ വരിയാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദ ചൈൽഡ് ഈസ് ഫാദർ ഓഫ് ദ മാൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പ്രശസ്തമായിട്ടുള്ള ഒരു വരി എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഓർമ്മയിലായിരിക്കും നിങ്ങൾ നേരെ ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. നേരത്തെ ചോദിച്ച ഡിജക്ഷൻ ആൻഡ് ഓഡ് ഉണ്ടല്ലോ, ഡിജക്ഷൻ ആൻഡ് ഓഡ്, അത് കൃത്യമായിട്ടും ഒന്ന് ഓർത്തിരിക്കുക. പല ആളുകളും വിട്ടുപോകുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ വാസ് ദ പോം ഫേമസ്ലി കമ്പോസ് അക്കോർഡിംഗ് ടു കോൾറിഡ്ജ് പ്രിഫേസസ്? അപ്പൊ നമ്മുടെ പോമിന് കോൾറിഡ്ജ് ഒരു പ്രിഫേസ് എഴുതുന്നുണ്ട്. സോറി, ഇത് അടുത്ത പോമാണ്. അടുത്ത പോമാണ്. അടുത്ത പോം എന്ന് പറയുമ്പോൾ കുബ്ലാ ഖാനിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. കുബ്ലാ ഖാൻ. ഹൗ വാസ് ദ പോം ഫേമസ്ലി കമ്പോസ്ഡ് അക്കോർഡിംഗ് ടു കോൾറിഡ്ജ് പ്രിഫേസ്? അപ്പൊ കോൾറിഡ്ജ് തന്റെ പ്രിഫേസ് ഇല്ല, എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഹൗ വാസ് ദ പോം ഫേമസ്ലി കമ്പോസ്ഡ്? കുബ്ലാ ഖാൻ എന്ന പോം എഴുതിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? യെസ്, ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് ഇൻ ആൻ ഓപ്പിയം ഇൻഡ്യൂസ്ഡ് ഡ്രീം. അദ്ദേഹം ഓപ്പിയം ഒക്കെ കഴിച്ച് ഒരു ഉറക്കത്തിലേക്ക് പോയി. ആ സ്വപ്നത്തിലാണ് അദ്ദേഹം ഈ ഒരു കവിത രചിക്കുന്നത്. അതുപോലെ ആ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുന്നേ അദ്ദേഹം ഒരു ട്രാവൽ ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു അല്ലെ, ട്രാവൽ ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡിസ്റപ്റ്റ്സ് ദ സ്പീക്കേഴ്സ് അറ്റംപ്റ്റ് ടു ഫിനിഷ് ട്രാൻസ്ക്രൈബിംഗ് ദ പോം? നമ്മുടെ കവിത അദ്ദേഹം സ്വപ്നത്തിൽ കാണുമ്പോൾ ഒരുപാട് വരികൾ അദ്ദേഹം കവിതയിൽ സ്വപ്നത്തിലൂടെ കാണുന്നുണ്ട്. പക്ഷെ അത്രയും വരികൾ എഴുതുന്ന സമയത്ത് വന്നിട്ടില്ല. അതിനുള്ള കാരണം? യെസ്, എ വിസിറ്റ് ഫ്രം എ പേഴ്സൺ ഓൺ ബിസിനസ് ഫ്രം പോർലോക്ക് അല്ലെ. പോർലോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തി വന്ന് നമ്മുടെ കോൾറിഡ്ജിനെ വിളിച്ചുണർത്തുന്നുണ്ട് അല്ലെ. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷനിലേക്ക് പോകാത്തത്. ഞാൻ ജസ്റ്റ് ഒരു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Coleridge stated that he was reading a sentence in Samuel Purchas's Pilgrimage. Purchas's Pilgrimage എന്ന പുസ്തകത്തിലെ Here the Kublai Khan commanded a palace to be built എന്ന വരിയാണ് അദ്ദേഹം അവസാനമായിട്ട് വായിച്ചിട്ട് ഉറക്കത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. 3 മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം എഴുന്നേൽക്കുന്നത്. ഉറക്കത്തിൽ അദ്ദേഹം 200-ൽ അധികം വരികൾ സ്വപ്നത്തിലൂടെ കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം അത് ഓർത്തെടുത്ത് എഴുതുന്നതിനിടയിൽ ഒരു പേഴ്സൺ വന്നു അദ്ദേഹത്തെ ഇന്ററപ്റ്റ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്രയും വരികൾ എഴുതാൻ കഴിഞ്ഞില്ല അല്ലെ. അത് ഭാഗ്യമായി, അല്ലെങ്കിൽ നമ്മൾ അത്രയും പഠിക്കേണ്ടി വന്നേനെ അല്ലെ. അല്ലെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെയിം ഫോമിലാണ്. The Abyssinian maid in the final section is seen playing which instrument? ഞാൻ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പിക്ചറൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്ലൈഡിൽ അല്ലെ. ഓർക്കുന്നുണ്ടോ? ആ ഒരു പിക്ചറൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ സി തന്നെയാണ്, എ ഡുൾസിമർ. യെസ്. അടുത്തത് ഓഡ് ടു എ നൈറ്റിംഗേൾ എന്ന് പറയുന്ന പോയട്രിയിലേക്ക് നമ്മൾ വരികയാണ്. In the first stanza, the speaker's heart ages, and a drowsy numbness pains his sense as though he had drunk what? Ode to Nightingale പറയാൻ അദ്ദേഹത്തിന്റെ ആ ഹൃദയം വേദനിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തിലേക്ക് പോകുന്നുണ്ട്? അദ്ദേഹം ഒരു പാനീയം കഴിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് വേദന ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ വേദന ശമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമാണ് ഹെംലോക്ക് അല്ലേ. ഹെംലോക്ക് ആണോ? ഓപ്ഷൻ ബി ആണോ? സി ആണോ? നിങ്ങൾ ഓഡ് ടു എ നൈറ്റിംഗേൾ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഓഡ് ടു എ നൈറ്റിംഗേൾ ഒക്കെ കൃത്യമായിട്ടും പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഈ ഷെല്ലി, കീറ്റ്സ്, വേർഡ്സ്വർത്ത് അവരുടെ കവിതകളിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരേപോലുള്ള തീംസും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അല്ലെ. ഏകദേശം ഒരേപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. യെസ്, ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹെംലോക്ക് ആൻഡ് ഓപ്പിയേറ്റ്. ഓപ്ഷൻ ബി ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്തത് ഓപ്ഷൻ സി ആണ്. ഇതല്ല, ഓപ്ഷൻ ബി ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, കുബ്ലാ ഖാനകത്ത് ആ കവിത എഴുതാനുള്ള കാരണം
സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ. കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും വായിച്ചു വരണം കേട്ടോ. കൃത്യമായിട്ടും ക്ലാസ് കേൾക്കണം, വായിക്കണം. ക്ലാസ് ഒറ്റ തവണ കേട്ടാൽ മതി. നിങ്ങൾ നോട്ട്സ് ഒരൊറ്റ തവണ വായിച്ചാൽ മതിയാകുമോ എന്ന് അറിയില്ല, അത് നിങ്ങളുടെ എബിലിറ്റി പോലെ ഇരിക്കും. അപ്പോൾ 1-2 തവണയെങ്കിലും നിങ്ങൾ ആ നോട്ട്സിലൂടെ ഒന്ന് വായിച്ചു വരണം കേട്ടോ. പരമാവധി പോയിന്റുകൾ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മറ്റൊരു കാര്യം, ഇവിടെ കുബ്ലാ ഖാനിൽ കവിത എഴുതാനുള്ള കാരണം ഓപ്പിയമാണ്. അതുപോലെ ഇവിടെ പോമിനുള്ളിൽ അദ്ദേഹം പറയുന്നുണ്ട് മൈ സെൻസ് ആസ് സോ ആസ് ഹെംലോക്ക് ഐ ഹാഡ് ഡ്രാങ്ക്. കൃത്യമായിട്ടും ഹെംലോക്ക് എന്ന് പറയുന്നുണ്ട്. ഹെംലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പിയം തന്നെയാണ്, ഒരു ലഹരി പദാർത്ഥം തന്നെയാണ്. മനസ്സിലായോ? ഒരാളുടെ ഓർമ്മകളെയൊക്കെ തളർത്തുന്ന ലഹരി പദാർത്ഥമാണ്. കുബ്ലാ ഖാൻ ഭക്ഷിക്കുന്നതും എന്ത് തന്നെയാണ്? ഓപ്പിയം തന്നെയാണ്. ലൗഡം എന്നൊക്കെ പറയും. അതൊക്കെ ഈ ഒരു പെയിൻ കില്ലറിന്റെ ഭാഗമായിട്ടാണ് മിക്ക റൈറ്റേഴ്സും ഈ ഓപ്പിയം കഴിച്ചു തുടങ്ങുന്നത്. പിന്നീട് അവർ അതിന് അഡിക്റ്റ് ആകുന്നതാണ് കേട്ടോ. ഇത് കവിതയിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്, കവിതയ്ക്കുള്ളിൽ വരുന്നതാണ്. മറ്റത് കവിതയുടെ ഉള്ളിൽ വരുന്നതല്ല, കവിത എഴുതാനുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതാണ്. രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ? ഓക്കെ. Then അടുത്ത question. Keats uses the phrase viewless wings of poesy to explain that he will raise the bird through. നിങ്ങൾ ക്ലാസ് കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഓർമ്മ വെച്ചൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ. ഒരാൾക്ക് ഓപ്ഷൻ ഡി ആണോ എന്നൊരു സംശയമുണ്ട്. ഒരാൾ ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ കീറ്റ്സ് പറയാണ് വ്യൂലെസ് വിങ്സ് ഓഫ് പോയസി എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തനിക്ക് എന്തായാലും പറന്നെത്താൻ പറ്റില്ല, പക്ഷെ എങ്ങനെ എത്താൻ പറ്റും? ഇമാജിനേഷൻ ആൻഡ് പോയട്രി അല്ലെ, തനിക്ക് തന്റെ സങ്കല്പത്തിലൂടെയും കവിതയിലൂടെയും എത്താൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നോട്ട് ചാരിയഡ് ബൈ ബച്ചൂസ് ആൻഡ് ഹിസ് പാർട്സ്. അങ്ങനെ എത്താൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. കൺസെപ്ഷൻ, ഒരുപാട് വൈന് കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തിന്റെ പേരില, ബച്ചൂസ് എന്ന് പറയുമ്പോൾ വൈൻ്റെ ദേവനാണ്. മദ്യപിച്ചുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് എത്താൻ പറ്റില്ല, മറിച്ച് എന്തിലൂടെ എത്താൻ പറ്റുള്ളൂ? പോയട്രിയിലൂടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇങ്ങനെ എത്താൻ പറ്റില്ല എന്നാ പറയുന്നത്. കവിതയിൽ അദ്ദേഹം കൃത്യമായിട്ടും പറയുന്നുണ്ട് നോട്ട് ചാരിയോട്ടഡ് ബൈ ബച്ചൂസ് ആൻഡ് ഹിസ് പാർട്സ്. എനിക്ക് മദ്യപിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ബേർഡിന്റെ അടുത്ത് എത്താൻ പറ്റില്ല. എനിക്ക് എത്താൻ പറ്റുന്നത് ഇമാജിനേഷനിലും പോയട്രിയിലൂടെയും ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ എത്താൻ പറ്റില്ല എന്നാ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ. ഇവിടെ നമുക്ക് ചോദിച്ചത് ഹി വിൽ റീച്ച് ദ ബേർഡ് ത്രൂ എന്നല്ലേ. അപ്പോ അവിടെ ഓപ്ഷൻ ഡി കൺഫ്യൂഷൻ ആയ ആൾക്ക് ആ ഒരു പ്രശ്നമാണ് തോന്നിയത് അല്ലെ. അവിടെ ഒരു വരിയിൽ പറയുന്നുണ്ട് ബച്ചൂസ് ആൻഡ് ഹിസ് പാർട്സിന്റെ സഹായത്തോടു കൂടി എനിക്ക് ഒരിക്കലും ആ ബേർഡിനെ എത്തിപ്പിടിക്കാൻ പറ്റില്ല, മറിച്ച് എന്റെ ഭാവനയിലൂടെയും കവിതയിലൂടെയും എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. What does the speaker mean when he calls the nightingale an immortal bird? നൈറ്റിംഗലിനെ അദ്ദേഹം ഇമ്മോർട്ടൽ ബേർഡ് എന്ന് പറയുന്നുണ്ട്. സ്പീക്കർ, നമ്മുടെ സ്പീക്കർ ഇമ്മോർട്ടൽ ബേർഡ് എന്ന് പറയുന്നുണ്ട്. കാരണം അത് വളരെ സിമ്പിൾ ആണ് അല്ലെ. യെസ്, the song of the nightingale has been heard by generations from ancient emperor to biblical figures like Ruth. യെസ്, പണ്ട് മുതലേ ആ നൈറ്റിംഗിളിന്റെ സോങ് കേട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഒരു സെയിം നൈറ്റിംഗിൾ ആകണമെന്നില്ല. പണ്ട് മുതൽ തന്നെ ആ നൈറ്റിംഗിളിന്റെ സോങ് നമ്മളിങ്ങനെ കേട്ട് വരുന്നുണ്ട്. അതിന് അവസാനമില്ല. പണ്ടത്തെ രാജാവാണ് എങ്കിലും അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഫിഗേഴ്സ് ആണെങ്കിലും ഒക്കെ അത് കേൾക്കുന്നുണ്ട് എന്നാണ്. പിന്നെ അതുപോലെ എനിക്കൊരു നൈറ്റിംഗിൾ ആകണം എന്നൊക്കെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ ക്ലാസ് കേട്ട ആളുകളൊന്ന് ചിന്തിക്കുന്നുണ്ടാവും, അവർക്ക് പഴയതൊക്കെ കൃത്യമായിട്ട് ഓർമ്മ വരുന്നുണ്ടോ, അതോ ഇതൊക്കെ കേട്ട് മറന്നു എന്നാണോ ഫീൽ ചെയ്യുന്നത്? ക്ലാസ് കേട്ട ആളുകളാണ്, കൃത്യമായിട്ടും ഓർമ്മ വരുന്നുണ്ടോ, കേട്ട് മറന്നു പോയല്ലോ എന്നാണോ തോന്നുന്നത്? ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. കേട്ട് മറന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ റിവിഷൻ വീണ്ടും ചെയ്യണം കേട്ടോ. റിവിഷൻ നന്നായിട്ട് ചെയ്യണം. സോ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. വെസ്റ്റ് വിൻഡ്, ഓർ ടു ദ വെസ്റ്റ് വിൻഡ്. Shelley addresses the west wind as both a destroyer and a preserver because വെസ്റ്റ് വിൻഡിനെ കുറിച്ച് ആള് ഡിസ്ട്രോയറുമാണ് പ്രിസർവറാണ് രണ്ടും പറയുന്നുണ്ട്. കാരണം ഇത് വളരെ വളരെ സിമ്പിൾ ആണ് അല്ലെ. യെസ്, അത് ഡിസ്ട്രോയർ ആണ്. കാരണം ഇറ്റ് ഡ്രൈവ്സ് അവേ ഡെഡ് ലീവ്സ്.
പഴയ ഇലകളെയൊക്കെ അത് വഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ പ്രിസർവർ ആണ്, കാരണം ക്യാരി സീഡ്സ് ടു ദെയർ ഡാർക്ക് വിൻട്രി ബെഡ് ടു ബ്ലൂം ഇൻ സ്പ്രിംഗ്. ഇങ്ങനെ പഴയ ലീവ്സിനെ വഹിച്ചു കൊണ്ടുപോകുന്നതോടൊപ്പം സീഡ്സിനെയും കൊണ്ടുപോകുന്നുണ്ട്. അത് പിന്നീട് സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ അത് വളർന്നു വരുന്നുണ്ട്, അല്ലെ? ഓക്കെ, വെരി ഗുഡ്. Then in the final stanza, what does the speaker ask the wind to make him? അവസാന വരിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കവി എന്താണ് പറയുന്നത്? ഓടി ടു ദ വെസ്റ്റ് വിൻഡിലാണ്. അവസാന വരിയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് പറയുന്നത്? പറയൂ. ഫൈനൽ സ്റ്റാൻസ. ഇത്തരം കവിതകളിലേക്ക്, നമ്മൾ പഠിക്കുന്ന കവിതകളിലേക്ക് ആദ്യത്തെയും അവസാനത്തെയും വരികൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം കേട്ടോ, നിർബന്ധമായിട്ടും പറ്റണം. ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം. അങ്ങനെ പല സ്ഥലങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ്, അല്ലെ? Lyre even as the forest. Like, make me thy lyre even as the forest is. What if my leaves are falling like its own? എന്നുള്ളതാണ് അവസാനത്തെ വരി. Is lyre even as the forest is. ഫോറസ്റ്റ് ഓടിച്ചിട്ട് വെസ്റ്റ് വിൻഡിനോട് പറയുന്നുണ്ട്, അല്ലെ, തന്നെ ഒരു ഹാർപ്പ് അല്ലെങ്കിൽ ഒരു ലയർ ആയിട്ട് ഉപയോഗിക്കണം. എന്നിട്ട് ദ സ്പീക്കർ ഹോപ്സ് തന്റെ തന്നെ ഡെഡ് തോട്ട്സ് എന്തായി മാറണം, ഒരു പുതിയ ബേർത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. Then അടുത്ത ക്വസ്റ്റ്യൻ. The poem famously concludes with the hopeful line, if winter comes, can dash be far behind. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വരിയാണ്, അല്ലെ? അതെ, ഒരു പ്രയോഗം പോലെ നമ്മൾ പഠിച്ചു വെക്കാണ്. ഇന്ന് അതൊരു പഴഞ്ചൊല്ല് പോലെ അല്ലെങ്കിൽ ഒരു ഇഡിയം പോലെ ആയി മാറിയിട്ടുണ്ട് ഷെല്ലിയുടെ. യെസ്, വെരി ഗുഡ്. സ്പ്രിംഗ് ആണ്, സ്പ്രിംഗ്. ഓപ്ഷൻ സി, സ്പ്രിംഗ് ആണ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു വർക്കിലേക്ക് വരാം. ദ പ്രിസണർ ഓഫ് ഷിലോങ്. ലോർഡ് ഹു ഇസ് ദ സ്പീക്കർ ആൻഡ് മെയിൻ ക്യാരക്ടർ ഇൻ ദ പ്രിസണർ ഓഫ് ദ ഷിലോങ്? പോരട്ടെ, ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ സ്പീക്കർ എന്ന് ചോദിക്കുമ്പോ ലോർഡ് ബിറോൺ എന്ന് നിങ്ങൾ എന്തായാലും പറയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചില കവിതകളിൽ റൈറ്ററും സ്പീക്കറും സെയിം ആയിരിക്കും. ഇവിടെ റൈറ്ററും സ്പീക്കറും സെയിം അല്ല, അല്ലെ? ഇപ്പൊ ഷെല്ലിയുടെ കവിതയിൽ നേരത്തെ നമ്മൾ നൈറ്റിംഗേലിന്റെ കവിതയൊക്കെ വായിച്ചു, അല്ലെങ്കിൽ വെസ്റ്റ് വിൻഡ് ഒക്കെ നമ്മൾ വായിച്ചു. അവിടെയെല്ലാം സ്പീക്കറും റൈറ്ററും സെയിം ആണ്, അല്ലെ? ഓഡ് ടു ദ നൈറ്റിംഗേൽ ആകട്ടെ, ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് ആകട്ടെ, സ്പീക്കറും സെയിം ആണ്, റൈറ്ററും സെയിം ആണ്. ഇവിടെ സ്പീക്കറും റൈറ്ററും സെയിം അല്ല. ഇവിടുത്തെ റൈറ്റർ ആരാണ്? ലോർഡ് ബിറോൺ ആണ്. പക്ഷെ ഇവിടുത്തെ സ്പീക്കർ, ഇവിടുത്തെ മെയിൻ ക്യാരക്ടർ, അത് ഫ്രാങ്കോയിസ് ഡി ബൊനിവാർഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. Then where is the castle where the prisoners are kept? പവർ പ്രിസണേഴ്സ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ കേന്ദ്ര കഥാപാത്രം, മെയിൻ ക്യാരക്ടറിനെയും അദ്ദേഹത്തിന്റെ ബ്രദേഴ്സിനെയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രസൻ ചെയ്യുന്നുണ്ട്. എവിടെയാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? സിയും ബി ഒക്കെ പറയുന്നുണ്ട്. സി ആണോ? റിവർ തെയിംസ് ആണോ? ലേക്ക് ലെമൻ എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ലേക്ക് ജനീവ അല്ലെങ്കിൽ ലേക്ക് ലെമന്റെ സമീപത്താണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചുള്ള ചില രീതികളിലാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരുന്നത് കേട്ടോ. നമുക്ക് യുളീസസിലേക്ക് വരാം. ടെനീസൺ റോഡ് യുളീസസ് ഇൻ റെസ്പോൺസ് ടു വിച്ച് ബയോഗ്രഫിക്കൽ ഇവന്റ്? ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം യുളീസസ് എഴുതിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു ഡെത്ത് ഓഫ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ആർതർ ഹെൻറി ഹാലം എന്ന അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ മരണത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കവിത എഴുതുന്നത്, അല്ലെ? ഓപ്ഷൻ സി ആണ്. ഇതൊക്കെ നമുക്ക് ഒരുപാട് കേട്ട് പരിചയിച്ചൊരു സാധനമാണ്. ഓക്കെ, ഇതിനടുത്ത് ലോട്ടസ് ഈറ്റേഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. വാട്ട് എഫക്ട് ഡസ് ദ ലോട്ടസ് പ്ലാൻ ഹാവ് ഓൺ ദ സെയിലേഴ്സ്? ലോട്ടസ് ഈറ്റേഴ്സിൽ യുളീസസും ലോട്ടസ് ഈറ്റേഴ്സും ആ രണ്ട് സ്റ്റോറീസും പരസ്പരം ബന്ധമുള്ള സ്റ്റോറീസ് ആണ്, അല്ലെ? അപ്പൊ അവിടെ സെയിലേഴ്സ് ലോട്ടസ് പ്ലാന്റ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വ്യത്യാസമാണ് വരുന്നത്?
യെസ്, ലോട്ടസ് കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡ്യൂസസ് ഫോർഗറ്റ്ഫുൾനെസ് ആൻഡ് ഡിസൈർ ടു സ്റ്റേ. ഒരു മറവി സംഭവിക്കുകയും ആ ദ്വീപിൽ തന്നെ അവർക്ക് കൂടുതൽ കാലം നിൽക്കണം, ഇനി അങ്ങോട്ട് യാത്ര ചെയ്യണ്ട എന്ന് ഒരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പോമില് അവസാനം യുളീസസ് ആ ലോട്ടസ് കഴിക്കുന്നുണ്ടോ? നമ്മുടെ പോമിൽ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? അവസാനം യുളീസസും അത് കഴിക്കുന്നുണ്ടോ? യുളീസസ് ആ ലോട്ടസ് കഴിക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? കഴിക്കുന്നില്ലെന്നാണോ നമ്മൾ പറഞ്ഞേ? കഴിക്കുന്നില്ലെന്നാണോ പറഞ്ഞേ? കഴിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞേ. യഥാർത്ഥത്തിൽ യുളീസസ് കഴിക്കുന്നില്ല. ഇവിടെ യുളീസസ് കഴിച്ചുകൊണ്ട് യുളീസസും അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ പോയട്രിയിൽ കണ്ടിട്ടുള്ളത്. യഥാർത്ഥ മിത്തോളജിയിൽ അവിടെ ബാക്കിയുള്ള സെയിലേഴ്സിനെയൊക്കെ നിർബന്ധിച്ച് അദ്ദേഹം അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ? ഒന്ന് ഓർക്കുക കേട്ടോ, മറന്നു പോകരുത്, ഓർക്കുക. Then അടുത്ത ക്വസ്റ്റ്യൻ, the sailors argue that death is the end of life. So why should life be all? സെയിലേഴ്സ് പറയാണ് മരണത്തോടുകൂടി ജീവിതം അവസാനിക്കും, പിന്നെ നമ്മൾ എന്തിനാണ് ഡാഷ്. ഇത് പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള മടിയന്മാരായ ആളുകൾ പറയുന്ന ഒരു ചോദ്യമാണ് അല്ലെ. നമ്മൾ ഒരിക്കലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ല. ഡെത്ത് ഈസ് ദ എൻഡ് ഓഫ് ലൈഫ്. ജീവിതം മരണത്തോടു കൂടി അവസാനിക്കും, പിന്നെ എന്തിനു നമ്മൾ ഡാഷ്. എല്ലാം ഒരേപോലെ ഇരിപ്പുണ്ട് അല്ലെ. എ ആണോ സി ആണോ എന്നാണ് പലരുടെയും സംശയം. ബി എന്തായാലും ആയിരിക്കില്ല, ഡി എന്തായാലും ആയിരിക്കില്ല. എ ആണോ സി ആണോ? സി ആണ് ആൻസർ കേട്ടോ. രശ്മി ടീച്ചർ കറക്റ്റ് ആണ്, സി തന്നെയാണ് ആൻസർ. പിന്നെ എന്തിനു നമ്മൾ പണിയെടുക്കണം അല്ലെ? മരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ പണിയെടുക്കണം? അങ്ങനെ ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല അല്ലെ. നമ്മുടെ അവസാനത്തിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തീർക്കണം, ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. Then which classical epic inspired the Lotus Eaters? ലോട്ടസ് ഈറ്റേഴ്സ് ഏത് ക്ലാസിക്കൽ എപ്പിക്കിനെയാണ് കേട്ടോ, ഏത് ക്ലാസിക്കൽ എപ്പിക്കിനെയാണ് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് ഹോമറിന്റെ ഒഡീസിയാണ് കേട്ടോ. ഹോമറിന്റെ ഒഡീസി. ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ. യെസ്, ഒഡീസും യുളീസസ് ഒക്കെ സെയിം ആണ് കേട്ടോ. Then next question, what is the second half of the poem where the sailors express their weariness called? അപ്പൊ നമ്മുടെ പോമിന് രണ്ട് സെഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിലെ സെക്കൻഡ് ഹാഫ് വരുന്ന സമയത്ത് അവിടെ സെയിലേഴ്സ് പറയാൻ, ആദ്യം നമ്മുടെ യുളീസസ് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവസാനം സെയിലേഴ്സ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവരുടെ ആ ഒരു തളർച്ചയും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒക്കെ സെയിലേഴ്സ് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. സോ ആ ഭാഗത്ത് എന്താണ് സെയിലേഴ്സ് പറയുന്നത്? അല്ല എന്താണെന്നല്ല, ഏത് രീതിയിൽ, ആ ഒരു കോറിക് സോങ് ആയിട്ടാണ് അല്ലെ അവരെല്ലാവരും ഒരുമിച്ച് അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ അടുത്തത് നമ്മൾ സ്കോളർ ജിപ്സിയിലേക്ക് വരികയാണ്. സ്കോളർ ജിപ്സി. ദ സ്കോളർ ജിപ്സി ഈസ് ഇൻസ്പയർഡ് ബൈ എ സ്റ്റോറി ഫ്രം വിച്ച് 17th century വേൾഡ്. സ്കോളർ ജിപ്സി ആരാണ് എഴുതിയതെന്ന് ഓർമ്മയുണ്ടല്ലോ? ആരാ സ്കോളർ ജിപ്സി എഴുതിയിട്ടുള്ളത്? പിന്നെ മറ്റൊരു കാര്യം, മാത്യു അർണോൾഡാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ തെറ്റുന്നുണ്ട്, ഏതൊക്കെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തെറ്റുന്നുണ്ട് എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എല്ലാവരുടെയും അടുത്ത് പേനയും പേപ്പർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ തെറ്റുന്നു, ശരിയാകുന്നത് നിങ്ങൾ നോട്ട് ചെയ്യണ്ട. ഏതൊക്കെ വർക്ക്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നുണ്ട്, കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്യണം. തെറ്റുന്നതും കൺഫ്യൂഷൻ ആകുന്നതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അവസാനം നിങ്ങളൊന്ന് പറയണം കേട്ടോ, എത്ര എണ്ണം നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആയി എന്നുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നു. സ്കോളർ ജിപ്സി ഏത് 17ാം നൂറ്റാണ്ടിലെ ഏത് വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പറഞ്ഞോളൂ.
ഓപ്ഷൻ ബി ആണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കണേ. നിങ്ങൾക്ക് കൂടി ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, റിവിഷൻ ഇനി എത്രത്തോളം മുന്നോട്ട് പോകണം എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ. ദ വാനിറ്റി ഓഫ് ഡോഗ്മാറ്റൈസിങ് എന്ന് പറയുന്നതാണ്. ആരുടെ വർക്കാണ്? ആരുടെ വർക്കാണ്? ആരെഴുതിയിട്ടതാണ്? ജോസഫ് ഗ്ലാൻവിൽ ആണ് കേട്ടോ. ജോസഫ് ഗ്ലാൻവിൽ. ജോസഫ് ഗ്ലാൻവിൽ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ജോസഫ് ഗ്ലാൻവില്ലിൻ്റെതാണ്. യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ സ്കോളർ ജിപ്സി ലീവ് ഓക്സ്ഫോർഡ്? എന്തുകൊണ്ടാണ് നമ്മുടെ സ്കോളർ ജിപ്സി ഓക്സ്ഫോർഡ് ഉപേക്ഷിച്ചത്? അദ്ദേഹം ഓക്സ്ഫോർഡ് ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? പറഞ്ഞോളൂ. നമ്മളിവിടെ ജസ്റ്റ് അതിന്റെ തീമിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ നിങ്ങളുടെ ചിന്ത പോകണം കേട്ടോ. ഓപ്ഷൻ ബി, ഹി വാസ് ഡിസില്യൂഷൻ വിത്ത് യൂണിവേഴ്സിറ്റി സ്റ്റഡീസ്. അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി പഠനവുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. വീണ്ടും വളരെ ആഴത്തിലുള്ള ഒരു വിസ്ഡമാണ് തനിക്ക് വേണ്ടത്. അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് ഉപേക്ഷിച്ച് യാത്ര ചെയ്യുന്നത്. യെസ്, റൈറ്റ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ സ്കോളർ ജിപ്സി റെപ്രസെന്റഡ് ഇൻ ദ പോം? അപ്പൊ നമ്മുടെ പോമിൽ സ്കോളർ ജിപ്സി എന്ന് പറയുന്നത് ഒരു വലിയ സിമ്പലാണ്. എന്തിന്റെ സിമ്പലാണ്? സ്കോളർ ജിപ്സി തന്നെ ഒരു സിമ്പലാണ്. എന്തിന്റെ സിമ്പലാണ് സ്കോളർ ജിപ്സി? പറയാമോ? യെസ്, എ ലൈഫ് ഓഫ് ഇന്റൻസ് ഫോക്കസ്ഡ് പർപ്പസ് വേഴ്സസ് മോഡേൺ വാസിലേഷൻ. യെസ്, ഓപ്ഷൻ ബി തന്നെയാണ്. കറക്റ്റ് ആണ് കേട്ടോ രശ്മി ടീച്ചർ. നമ്മൾ കൃത്യമായിട്ടും ആൻസേഴ്സ് ഒന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ഒരു സംശയം വരുന്നുണ്ട്, അത് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് വളരെ ഷുവർ ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് പോകാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ നിന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. നമുക്കറിയാം കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ എന്ന സ്ഥലത്ത് നിന്നും ഇത് ഉറപ്പാണ്, ഇത് തന്നെയാണ് ആൻസർ എന്ന തലത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചിട്ട് ഇത് ഉത്തരമാണോ എന്നുള്ള ചിന്തയിൽ അവിടെ സ്റ്റക്കായി നിന്ന് പോകും കേട്ടോ. എക്സാം ഹോളിൽ അത് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, പ്രശ്നമില്ല. എക്സാം ഹോളിൽ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. Then അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പോം ബൈ മാത്യു ആർണോൾഡ് റിഫ്ലെക്ട്സ് ദ വിക്ടോറിയൻ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്? വിക്ടോറിയൻ കാലഘട്ടത്തിലെ വിശ്വാസത്തിൽ ഉണ്ടാകുന്ന അപജയത്തെ കുറിച്ച് പറയുന്ന കവിത. യെസ്, വെരി ഗുഡ്. ഡോവർ ബീച്ച് ആണ്. ഡോവർ ബീച്ച് ആണ് വിക്ടോറിയൻ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്. സ്കോളർ ജിപ്സിയിൽ എന്താ പറയുന്നത്? സ്കോളർ ജിപ്സിയിൽ ക്രൈസിസ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി എങ്ങനെയാ പറയുന്നത്? ആധുനിക മനുഷ്യൻ, മോഡേൺ മാൻ പേർപ്പസ് ഇല്ലാതെ ഇങ്ങനെ എന്തിനോ പിന്നാലെ പോവുകയാണ് അല്ലെ. മോഡേൺ മാൻ പ്രത്യേകിച്ച് പേർപ്പസ് ഒന്നും ഇല്ലാതെ എന്തിനോ പിന്നാലെ പോകുന്നുണ്ട്. എന്നാൽ സ്കോളർ ജിപ്സി അങ്ങനെയല്ല. കൃത്യമായിട്ടുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആള് സഞ്ചരിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ സീ ഓഫ് ഫെയ്ത്ത് റെപ്രസെന്റ് ഇൻ ഡോവർ ബീച്ച്? ഡോവർ ബീച്ചിലെ സീ ഓഫ് ഫെയ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? സീ ഓഫ് ഫെയ്ത്ത്. യെസ്, വളരെ ഒബ്വിയസ് ആണ് അല്ലെ. റിലീജിയസ് ബിലീഫ് ആൻഡ് സെർട്ടനിറ്റി. യെസ്, വെരി ഗുഡ്. ദെൻ ഡോവർ ബീച്ചിൽ വാട്ട് ഈസ് ദ സ്പീക്കേഴ്സ് അഡ്വൈസ് ടു ഹിസ് ലവ് അറ്റ് ദ എൻഡ് ഓഫ് ദ പോം? കവിതയുടെ അവസാനത്തിൽ അദ്ദേഹം തന്റെ സ്നേഹഭാചനത്തോട്, ആരാണ് അദ്ദേഹത്തിനൊപ്പം ഉള്ളത്? ഡോവർ ബീച്ചിൽ അദ്ദേഹത്തിനൊപ്പം ഉള്ളത് ആരാ? യെസ്, വൈഫാണ്. വൈഫിനോട് എന്താ പറയുന്നേ? വൈഫിനോട് പറയുന്നത് യെസ്, ടു ബി ട്രൂ ടു വൺ അനദർ. നമ്മൾ പരസ്പരം എന്തുണ്ടായിരിക്കണം? പരസ്പരം ഒരു വിശ്വാസം
സത്യസന്ധത പരസ്പരം പാലിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. യെസ്, ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഏൻഷ്യന്റ് ഗ്രീക്ക് പ്ലേ റൈറ്റ് ഡസ് ദ സ്പീക്കർ മെൻഷൻ ഇൻ ഡോവർ ബീച്ച്? ഇത് സ്ഥിരം ചോദ്യമാണ്. ഈ ഒരു ഫോമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്ഥിരം ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ അത് ഉൾപ്പെടുത്തിയത് കേട്ടോ. ഇതൊന്നും നിങ്ങൾ തെറ്റിക്കരുത്, ഒരിക്കലും തെറ്റിക്കരുത്. നമ്മൾ അത്രത്തോളം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരിക്കും ഡോവർ ബീച്ച്. UGയിലും PGയിലും HSA എക്സാമിലും ഒക്കെ സോഫക്കിൾസിനെ കുറിച്ചാണ് ഇതിനകത്തുള്ള അല്യൂഷൻ വരുന്നത് കേട്ടോ. ഓക്കെ. Then the poem concludes with an image of darkling plain where ignorant armies clash by night. This image signifies. അവസാനം നമ്മുടെ പോം അവസാനിപ്പിക്കുന്നത് ഒരു ഇമേജറിയിലൂടെയാണ്. Where ignorant armies clash by night. അത് പണ്ടത്തെ ഒരു യുദ്ധത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അല്ലെ? യെസ്. എന്നാൽ അത് സിഗ്നിഫൈ ചെയ്യുന്നത് എന്തിനെയാണ്? അപ്പൊ നിങ്ങൾ അല്യൂഷൻ ആണ്, അതൊരു അല്യൂഷൻ ആണ്, അപ്പൊ ഏതൊരു യുദ്ധത്തിനെ കുറിച്ചാണ് എന്ന് മാത്രമല്ല ചിന്തിക്കേണ്ടത്. അത് അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും ആധുനിക ജീവിതത്തിൽ ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഇല്ലാതിരുന്നാൽ വെളിച്ചമില്ലാതെ ഇരുട്ടിലാകുന്ന സമയത്ത് യുദ്ധത്തിൽ സ്വന്തം പക്ഷത്തെ വെട്ടി നശിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്വയം അപകടമുണ്ടാകുമെന്ന് പറയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ഇമേജറി കൊണ്ടുവന്നിട്ടുള്ളത്. യെസ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്. വെരി ഗുഡ്. ദെൻ അടുത്തൊരു പോമിലേക്ക് നമ്മൾ പോകുന്നു. ആൻഡ്രിയ ഡെൽ സാറ്റോ. ആരുടേതാണ്? ഓരോ വർക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ റൈറ്ററിന്റെ പേരൊന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ഓരോന്ന് എടുത്ത് ചോദിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഇത്രത്തോളം വർക്ക്സ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഓരോ വർക്ക് കാണുമ്പോഴും അത് എഴുതിയിട്ടുള്ളത് ആരാന്ന് നമ്മുടെ മനസ്സിൽ വരണം. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ HSST എടുത്ത് നോക്കുമ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഒരു വരി തന്നിട്ട് ഇതിന്റെ റൈറ്റർ ആരാണ്, അല്ലെങ്കിൽ ഇന്ന കൃതിയുടെ റൈറ്റർ ആരാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ എഴുതിയിട്ടുള്ള ഏത് വർക്കാണ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ട്. ആൻഡ്രിയ ഡെൽ സാറ്റോ ആരാ എഴുതിയിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് തന്നെയാണ്. ആൻഡ്രിയ ഡെൽ സാറ്റോ എന്ന് പറയുന്നത് ദ ഫോൾട്ട്ലെസ് പെയിന്റർ, അത് കറക്റ്റ് തന്നെയാണ്. ഓപ്ഷൻ ബി തന്നെയാണ്. ആര് എഴുതിയിട്ടുള്ള കവിതയാ? ഓർത്തെടുത്ത് പറയണേ. യെസ്, റോബർട്ട് ബ്രൗണിങ് എഴുതിയിട്ടുള്ളതാണ് അല്ലെ? യെസ്, വെരി ഗുഡ്. Then Andrea, how does Andrea describe his artistic style compared to Raphael? റാഫേൽ എന്ന് പറയുന്നത് മറ്റൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ചിത്രകാരനാണ്. യെസ് യെസ്, റോബർട്ട് ബ്രൗണിങ്. എലിസബത്ത് ബാരറ്റ് അദ്ദേഹത്തിന്റെ വൈഫാണ്. യെസ് യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. How does Andrea describe by his artistic style compared to Raphael? റാഫേൽ എന്ന് പറയുന്ന ചിത്രകാരനുമായിട്ട് അദ്ദേഹം തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോ റാഫേലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രശ്നം എന്താണ്? യെസ്, മോർ ടെക്നിക്കലി പ്രിസൈസ് ബട്ട് ലാക്കിംഗ് സോൾ. ടെക്നിക്കൽ വശം നോക്കുമ്പോൾ എന്റെ ചിത്രമൊക്കെ ഓക്കെയാണ്, കൃത്യമായിട്ട് വരകളുണ്ട്, കൃത്യമായിട്ട് പെയിന്റിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ആത്മാവില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ചില ആളുകൾ ചില പുസ്തകങ്ങൾ നമ്മൾ എടുത്തിട്ട് പുസ്തകം കുറ്റം പറയാനൊന്നുമില്ല, പക്ഷെ അങ്ങോട്ട് ടച്ച് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നാറുണ്ടല്ലോ. യെസ്, ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻഡ്രിയ ഡെൽ സാറ്റോയുടെ വൈഫ് ആരാ? ആൻഡ്രിയ ഡെൽ സാറ്റോയുടെ വൈഫ് ആരാ? ഈ പെയിന്ററിന്റെ വൈഫിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ അല്ലെ? പെയിന്റർ വൈഫിനോടാണല്ലോ ഇതൊക്കെ മിക്കതും പറയുന്നത്. ആരാ ആൻഡ്രിയ ഡെൽ സാറ്റോയുടെ വൈഫ്? ആരാണ്? ആരാണെന്ന് പറയാമോ? യെസ്, ലുക്രീസിയ ആണ് കേട്ടോ, ലുക്രീസിയ. യെസ്, നമ്മൾ HSK മറ്റൊരു ലുക്രീസിയ പഠിച്ചിട്ടുണ്ട്, അത് വേറെയാണ്, ഇത് വേറെയാണ് കേട്ടോ. Then which famous artist does Andrea mention as having superior though imperfect work? Then അദ്ദേഹം റാഫേലിനെ കുറിച്ച് അത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ നിന്ന് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ അല്ലെ? അപ്പൊ തന്റെ വർക്ക്സും മറ്റു ചില പുരാതന എഴുത്തുകാരുടെ വർക്ക്സും അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. അവരുടെ വർക്ക്സ് ഒക്കെ ഇംപെർഫെക്റ്റ് ആണ്, പക്ഷെ അതിനകത്ത് സോൾ ഉണ്ട്. എന്റേത് പെർഫെക്റ്റ് ആണ്, പക്ഷെ സോൾ ഇല്ല. യെസ്, മൈക്കൽ ആഞ്ചലോയും റാഫേലിനെയാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. രണ്ടുപേരും റിയൽ ലൈഫിലുള്ള ആളുകൾ തന്നെയാണ്. ആൻഡ്രിയ ഡെൽ സാറ്റോ യഥാർത്ഥത്തിലുള്ള ആള് തന്നെയാണ് അല്ലെ? Then what does Lucrezia want to do at the end of the poem? കവിതയുടെ അവസാനത്തിൽ നമ്മുടെ
ലുക്രീസിയ എന്താണ് ചെയ്യുന്നത്? What does Lucrezia want to do at the end of the poem? Yes, go to her cousin. അല്ലെ, കസിൻ വന്ന് അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ. കസിൻ എന്തിനാ വന്ന് നിൽക്കുന്നത്? തുടക്കത്തിൽ എന്താ ലവർ ആവശ്യപ്പെട്ടത്? അല്ലെങ്കിൽ വൈഫ്, ആൻഡ്രിയയുടെ വൈഫാണ്. ലുക്രീസിയ ആൻഡ്രിയോട് എന്താണ് ആവശ്യപ്പെട്ടത്? തുടക്കത്തിൽ എന്താണ് ആവശ്യപ്പെട്ടത്? അവിടെ നിന്നാണല്ലോ നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നേ. എന്താ ആവശ്യപ്പെട്ടത്? സോറി, മനസ്സിലായില്ലേ? ലുക്രീസിയ തുടക്കത്തിൽ വന്നുകൊണ്ട് ആൻഡ്രിയോട് ഒരു ആവശ്യം പറയുന്നുണ്ട്. ആ ആവശ്യത്തിൽ നിന്നാണ് ആൻഡ്രിയ തന്റെ പഴയ കഴിഞ്ഞുപോയ മണി, പണം ചോദിക്കുന്നുണ്ട് അല്ലെ. പണം ചോദിക്കുന്നുണ്ട്. അപ്പൊ പണമൊക്കെ തരാം, നീ ഒന്ന് എന്റെ അടുത്ത് ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. Then in which poetry collection was Andrea del Sarto originally published in 1855? 1855 ആൻഡ്രിയ ഡെൽ സാറ്റോ പബ്ലിഷ് ചെയ്തപ്പോൾ ഏത് കളക്ഷനിലാണ് അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്? ഏത് കളക്ഷനിലാണ് നമ്മുടെ പോം വന്നിട്ടുള്ളത്? ഓപ്ഷൻ ബി, മെൻ ആൻഡ് വുമൻ. ഓക്കെ, അപ്പൊ ഇവിടെ അനുബന്ധമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഒരുപാട് വർക്ക്സ് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു പുസ്തകം എടുത്തിട്ട് അവിടെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണെന്ന് തോന്നുന്നു അല്ലെ, അവിടെ ആ വർക്കിന്റെ പേര്, ഓതറിന്റെ പേര്, ദെൻ പിന്നീട് 2 ഇയേഴ്സ് ഉണ്ട്, എഴുതിയ വർഷം ഉണ്ടാവും, പബ്ലിഷ് ചെയ്ത വർഷം ഉണ്ടാവും. ഇനി ഡ്രാമയാണെങ്കിലോ സ്റ്റേജ് ചെയ്ത വർഷം ഉണ്ടാവും, അത് നോട്ട് ചെയ്യാം. ദെൻ ഏത് കളക്ഷനിലാണ് എന്ന് നോട്ട് ചെയ്യാം. ഇപ്പൊ ഏതാണ് വർക്ക്, ആരാണ് എഴുതിയിട്ടുള്ളത്, ഏത് വർഷമാണ് എഴുതിയത്. ഈ എഴുതിയ വർഷം എല്ലാത്തിലും കിട്ടണമെന്നില്ല. 18ാം നൂറ്റാണ്ടിന് മുന്നേ ഉള്ള വർക്ക്സിലൊക്കെ ആണെങ്കിൽ എഴുതിയ വർഷം നമുക്ക് എക്സാക്ട് കിട്ടില്ല. 18ാം നൂറ്റാണ്ടിന് ശേഷം നമുക്ക് എക്സാക്ട് ഒരു വർഷം കിട്ടും. അപ്പൊ ആ ഒരു എഴുതിയ വർഷം എഴുതുക, പബ്ലിഷിംഗ് ഇയർ എഴുതുക. ചിലപ്പോൾ 1-2 വർഷത്തെ വ്യത്യാസം ഉണ്ടാവുള്ളൂ എഴുതിയതും പബ്ലിഷ് ചെയ്തതും. ഇനി ഡ്രാമയാകുന്ന സമയത്ത് സ്റ്റേജ് ചെയ്ത വർഷം ഉണ്ടാവും. ഇപ്പൊ ഡ്രാമയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഒരു ഡ്രാമ എഴുതും, എഴുതിയതിനു ശേഷം അത് എന്ത് ചെയ്യും, സ്റ്റേജ് ചെയ്യും. സ്റ്റേജ് ചെയ്തിട്ടാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെ. കാരണം ആദ്യം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാടകം കാണാൻ ആരും ഉണ്ടാവൂല, കഥ എല്ലാവരും അറിയില്ലേ. അപ്പൊ ആദ്യം സ്റ്റേജ് ചെയ്യും, പിന്നിട്ടാണ് ഡ്രാമ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഡ്രാമയും മറ്റു വർക്ക്സും ഒക്കെ ഡ്രാമ ആകുമ്പോൾ എത്ര ആക്ട് ഉണ്ടെന്ന് ഓർക്കണം. പോം ആണെങ്കിൽ ഏത് കളക്ഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കണം. ഇനി നമ്മുടെ റൊമാൻറ്റിക് പീരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം 20th സെഞ്ചുറിയിലേക്ക് വരുമ്പോൾ അവിടെ അവാർഡ്സിനെ കുറിച്ച് കൂടി നോക്കണം. ഇപ്പൊ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെങ്കിൽ അവിടെ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരുപാട് രചനകളുണ്ട് അല്ലെ. വൈറ്റ് ടൈഗർ ഉണ്ട്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഉണ്ട്, അതൊക്കെ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ്. ഇനി നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള എഴുത്തുകാരുണ്ടാകും. ടാഗോർ നൊബേൽ പ്രൈസ് കിട്ടിയ ആളാണ്. ജോർജ് ബെർണാഷ നൊബേൽ പ്രൈസ് കിട്ടിയ ആളാണ്. സാമുവൽ ബെക്കറ്റ് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആളാണ്. ഇനി പുലിസർ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അതൊക്കെ നോട്ട് ചെയ്യണം. 4 പുലിസ്റ്റർ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. 4 പുലിസ്റ്റർ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കും. യുജീൻ ഒനീലാണ്, അതിന്റെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലെ. യുജീൻ ഒനീൽ ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ അത് എഴുതി പോകും കേട്ടോ. ഇപ്പോൾ തന്നെ, ഇനി മുതൽ തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോഴും ക്ലാസ് പുതുതായിട്ട് കേൾക്കുമ്പോഴെല്ലാം അത് നോട്ട് ചെയ്ത് വെച്ചാൽ അവസാനം നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. അല്ലാതെ ഇനി അവസാനം അത് എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നടക്കേണ്ടി വരും കേട്ടോ. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞതാണ്, ആരെങ്കിലും അത് ചെയ്തു വെച്ചോ? ആരെങ്കിലും ഈ ഒരു പാറ്റേണിൽ പഠിച്ചു വരുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്. ഓക്കെ, ഒരു മാർക്ക് പോലും നമുക്ക് കളയാൻ പാടില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഡസ് ദ വേർഡ് പൈഡ് മീൻ ഇൻ ദ ടൈറ്റിൽ? പൈഡ് ബ്യൂട്ടിയിൽ നിന്നുള്ള ചോദ്യമാണ്. നമ്മുടെ ടൈറ്റിലെ പൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൈഡ്. യെസ്, പൈഡ് എന്ന് പറഞ്ഞാൽ ബഹുവർണം, നിർണം അല്ല, ബഹുവർണം, മൾട്ടി കളർ ആണ്. ഹാവിംഗ് 2 or more colors in patches. ഒന്നിലധികം നിറമുള്ളതിനാണ് പൈഡ് എന്ന് പറയുന്നത് കേട്ടോ. പൈഡ് ബ്യൂട്ടി. റൈറ്ററിനെ കുറിച്ച് കമന്റ് ചെയ്തില്ല. പൈഡ് ബ്യൂട്ടി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട് പോയറ്റിക് ഫോം? യെസ്, GM ഹോപ്കിൻസ് ആണ് അല്ലെ. യെസ്, വെരി ഗുഡ്.
പൈഡി ബ്യൂട്ടി ഏത് ഫോമിന് ഉദാഹരണമാണ്? സ്പ്രങ് റിതം. യെസ്, സ്പ്രങ് റിതം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. വെരി ഗുഡ്. ഇതൊരു കേർട്ടിൽ സോണറ്റ് ആണ്. കേർട്ടിൽ സോണറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേർട്ടിൽ സോണറ്റും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. സ്പ്രങ് റിതമും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ മീറ്റർ ഉണ്ടാവില്ല, സ്ട്രെസ് ഉണ്ടാവും അല്ലെ. സ്പ്രങ് റിതം ആകുമ്പോൾ മീറ്റർ ഉണ്ടാവില്ല, സ്ട്രെസ് ആണ് ഉണ്ടാവുക. യെസ്. ദെൻ കേർട്ടിൽ സോണറ്റിൽ എത്ര വരികൾ ഉണ്ടാവും? ടിപ്പിക്കലി ഒരു സോണറ്റില് 14 വരികളാണ് ഉണ്ടാവുക. കേർട്ടിൽ സോണറ്റ് ആകുമ്പോൾ എത്ര വരികൾ ഉണ്ടാവും? യെസ്, 11 അല്ലെ, 11 അല്ലെങ്കിൽ 10.5. ഇതിനകത്ത് 10.5 വരിയാണ്. അവസാനം പ്രൈസ് ഹിം എന്ന 2 വാക്കിലാണ് അവസാനിപ്പിക്കുന്നത്. യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡാപ്പിൾ തിങ്സ് ആർ മെൻഷൻഡ് ഇൻ ദ പോം? നമ്മുടെ കവിതയിൽ ഒരുപാട് ഡാപ്പിൾഡ് തിങ്ങിനെ കുറിച്ച് അഥവാ പൈഡ് ബ്യൂട്ടി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 11 കറക്റ്റ് ആണ്. 11 തെറ്റല്ല. ഗീതു ടീച്ചർ, 11 തെറ്റല്ല. 11 കറക്റ്റ് ആണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ 10.5. നമുക്ക് ഓപ്ഷനിലേക്ക് 11 എന്നേ ഉണ്ടാവുള്ളൂ. ഓപ്ഷനിൽ 11 ഉണ്ടാവുള്ളൂ. ഇനി 11ഉം 10.5ഉം കണ്ടാൽ 10.5 ആണ് ആൻസർ. കേട്ടോ, 11 തെറ്റെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. 11 ആണ്. എന്നാൽ ഈ 11ാമത്തെ വരി ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ലൈൻ അല്ല, 2 വേർഡൊക്കെ ഉള്ളൂ. കേട്ടോ. 12 എന്ന് പറഞ്ഞോ? സോറി, ഞാനത് ശ്രദ്ധിച്ചില്ല. 12 തെറ്റാണ്. 12 അല്ല, 11 ആണ്. യെസ്, 11 അല്ലെങ്കിൽ 10.5. യെസ്. ഓ, ഡാപ്പിൾഡ് തിങ്സ് ആയിട്ട് എന്തൊക്കെയാ പറയുന്നേ? അവിടെ ബ്ലൂ സ്കൈ കണ്ടിട്ടാകണം രശ്മി ടീച്ചർ ഓപ്ഷൻ സി പറഞ്ഞത്. ബ്ലൂ സ്കൈൽസ് അല്ല അല്ലെ, മറിച്ച് റോസ് മോൾസ് ഓൺ ട്രൗട്ട്. ട്രൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ട്രൗട്ട് എന്ന് പറഞ്ഞാൽ ഫിഷ് ആണ് അല്ലെ, പുഴ മീൻ എന്നൊക്കെ നമ്മൾ പറയും. യെസ്, പുഴ മത്സ്യം. അതിലുള്ള റോസ് നിറത്തിലുള്ള മറുകുകൾ, ഫിഞ്ചസ് വിങ്സ്, പക്ഷിയുടെ ചിറകുകൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സ്കൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്കൈനെ കുറിച്ച് പറഞ്ഞപ്പോ പശുവിനോടാണ് അല്ലെ, ഒരു കൗവിനോടാണ് ഉപമിച്ചിട്ടുള്ളത് അല്ലെ. യെസ്. ഗ്രീൻ ഗ്രാസിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ മാറിപ്പോകരുത്. Then what is the primary purpose of the poem? നമ്മുടെ കവിതയുടെ ലക്ഷ്യം എന്താണ്? കവിതയുടെ ലക്ഷ്യം എന്താണ്? ക്ലാസ് കേട്ട ആളുകൾക്ക് അത് സംശയം ഉണ്ടാവൂല. അല്ലാതെ നിങ്ങൾ ഈ ഒരു 11 വരി എടുത്ത് നോക്കിയിട്ട് എന്താ ഈ വരിയിലുള്ളത്? ഈ ലോകത്ത് കുറെ വസ്തുക്കളുണ്ട്, അതിനെല്ലാം പല നിറമുണ്ട്. എന്താ ഈ കവിതയിൽ പ്രത്യേകിച്ച് പറയുന്നതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ക്ലാസ് കേട്ട ഒരാൾക്ക് ആ ഒരു സംശയം ഉണ്ടാവില്ല. കാരണം നമ്മൾ കൃത്യമായിട്ടും പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ജെസ്യൂട്ട് പ്രൈസ്റ്റ് ആണ് അല്ലെ, ഒരു ജെസ്യൂട്ട് പുരോഹിതനാണ്. ഓർമ്മയില്ലേ നമ്മൾ അത് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളത്? ജെസ്യൂട്ട് പുരോഹിതനാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ദൈവത്തിന്റെ മഹത്വം, ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ഹിം. ഈ ഗ്ലോറി ടു ബി ഗോഡ് അല്ലെ, ഗ്ലോറി ടു ഗോഡ് അല്ലെങ്കിൽ ഗ്ലോറി ടു ബി ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, അതുപോലെ പ്രൈസ് ദ ലോർഡ്, അവരുടെ പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റ് ആണ്. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ 2 കോൺസെപ്റ്റുകൾക്കിടയിലാണ് നമ്മുടെ കവിതയിലെ വരികൾ വരുന്നത്. ദൈവമാണ് ഈ ലോകത്ത് കുറ്റമറ്റ രീതിയിൽ, കാണാൻ മനോഹരമായ രീതിയിൽ കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. സോ ആ ദൈവത്തെ വാഴ്ത്തുക, പുകഴ്ത്തുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു കവിത കൊണ്ട് വന്നിട്ടുള്ളത്. ടു സെലിബ്രേറ്റ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ക്രിയേഷൻ. ഇനി അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യനും പല കാര്യങ്ങളും നിർമ്മിക്കും, പക്ഷെ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ എന്തുണ്ടാവൂല? ന്യൂനതകൾ ഉണ്ടാവൂല അല്ലെ, ഡെഫിഷ്യൻസി ഉണ്ടാവൂല. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ പലതരത്തിലുള്ള ഡെഫിഷ്യൻസി ഉണ്ടാകും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി അടുത്ത് നമ്മൾ എസ്സേയിലേക്ക് വരികയാണ്. നമുക്ക് ഈ ഒരു 3rd മൊഡ്യൂളിൽ പഠിക്കാനുള്ള 3 എസ്സേസ്, അത് ഒറിജിനൽ എസ്സേ തന്നെ എടുത്തു വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കേൾക്കാനുള്ളവരുണ്ടോ ഇതിനകത്ത്? യെസ്, നമ്മൾ ഒറിജിനൽ എസ്സേ വെച്ച് തന്നെയാണ് പരമാവധി അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങൾ വേറെ ഒന്നും എവിടെയും പോകേണ്ട ആവശ്യമില്ല. യെസ്. Then according to Dickensi, what is the main purpose of the knocking at the gate? തോമസ് ഡിക്കൻസിയുടെ ഓൺ നോക്കിംഗ് ദ ഡോർ എന്ന് പറയുന്ന ഒരു എസ്സേ ഉണ്ട്. അതിനകത്ത് മാക്ബത്തിലെ ഒരു പ്ലേയുമായിട്ട് ബന്ധപ്പെട്ട നോക്കിംഗ് അറ്റ് ദ ഡോർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ.
സോ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യെസ്, വെരി ഗുഡ്. ടു ഹൈറ്റൻ ദ ഹൊറർ ഓഫ് ദ മർഡർ ബൈ ബ്രിങ്ങിങ് ബാക്ക് ദ വേൾഡ് ഓഫ് ഓർഡിനറി ലൈഫ്. അപ്പൊ അവിടെ കൊലപാതകം നടന്നു എന്നുള്ളത് ഓർഡിനറി ലൈഫ് അല്ല. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കൊലപാതകം ചെയ്യുന്ന സമയത്ത് അയാൾ ഒരു സാറ്റനിക് പ്രോസസ്സിലാണ് വ്യാപൃതനായിട്ടുള്ളത്. അതിൽ നിന്നും തിരിച്ച് ഒരു നമ്മൾ എന്താ പറയാ, ഒരു നോർമൽ ലൈഫിലേക്ക് വരണമെങ്കിൽ ഒരു സസ്പെൻഷൻ അവിടെ കൊടുക്കണം, അല്ലെ? സസ്പെൻഷൻ അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ ലൈഫ് എന്ന രീതിയിലേക്ക് അയാൾ വരണം. അതിനു വേണ്ടിയുള്ള ഒരു ടെക്നിക് ആയിരുന്നു നോക്കിംഗ് അറ്റ് ദ ഗേറ്റ്. യെസ്. സോ വാട്ട് ഡസ് ദ നോക്കിംഗ് സിംപ്ലൈസ് ടു ഡിക്വൻസി? ഡിക്വൻസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നോക്കിംഗ് എന്തിനെയാണ് സിംപ്ലൈസ് ചെയ്യുന്നത്? ആ നോക്കിംഗ്? ആ നോക്കിംഗ് എന്തിനാണ് സിംപ്ലൈസ് ചെയ്യുന്നത്? യെസ്, ഓപ്ഷൻ എ തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചെത്തുന്നുണ്ട്, പക്ഷെ പറയാനൊരു കൺഫ്യൂഷൻ. ദ അറൈവൽ ഓഫ് ജസ്റ്റിസ് ആൻഡ് വെഞ്ചേഴ്സ് ആണ്. അവസാനം നോക്കിംഗ് വരുന്ന സമയത്ത് എന്ത് പൂർത്തിയായി? മർഡർ, കൊലപാതകം അവിടെ പൂർത്തിയായി. കൊലപാതകം പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി കിട്ടേണ്ടത് ജസ്റ്റിസും വെഞ്ചേഴ്സ് ആണ്, അല്ലെ? നീതിയും പ്രതികാരവുമാണ്. യെസ്, ഓപ്ഷൻ എ ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അവിടെ മർഡർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അവിടെ കിട്ടേണ്ടത് കൊല്ലപ്പെട്ട ആൾക്ക് നീതി കിട്ടണം. അപ്പൊ അതിന് നമ്മൾ നോർമൽ ലൈഫിലേക്ക് വരണം. നോർമൽ ലൈഫിലേക്ക് വന്നിട്ട് കൊലപാതകത്തെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കണം. കൊലപാതകി ആരാണെന്ന് തിരിച്ചറിയണം. അതിനുശേഷം അവിടെ നീതി നടപ്പിലാക്കണം. മാക്ബത്തിൽ പിന്നീട് അത് തന്നെയാണല്ലോ നടക്കുന്നത്, അല്ലെ? ക്ലിയർ? ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നോക്കിംഗ് മാർക്ക് അക്കോർഡിംഗ് ടു ഡിക്കൻസി? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ നോക്കിംഗ് മാർക്ക് അക്കോർഡിംഗ് ടു ഡിക്കൻസി? നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു ഒറിജിനൽ എസ്സേ ഒന്ന് വായിച്ചു നോക്കണേ, എന്നാലേ അതിനകത്തുള്ള ചില പോയിന്റ്സിലേക്ക് നമ്മുടെ കണ്ണെത്തുള്ളൂ. നിങ്ങൾ വെറും സമ്മറി മാത്രം നോക്കിയാൽ അതൊന്നും കിട്ടൂല കേട്ടോ. ദ മൊമെന്റ് വെൻ ഓർഡിനറി ലൈഫ് റെസ്യൂംസ് ആഫ്റ്റർ എ സസ്പെൻഷൻ. ഇപ്പൊ കൊലപാതകം പോലുള്ള ഭയങ്കര ഹീനമായിട്ടുള്ള സംഭവം നടക്കുന്ന സമയത്ത് പ്രകൃതി മുഴുവനും, അല്ലെങ്കിൽ ആ കൊലപാതകം ചെയ്യുന്ന ആള് മറ്റൊരു മാനസികാവസ്ഥയിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരണമെങ്കിൽ അത്തരം ഒരു നോക്കിംഗ് ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓപ്ഷൻ ബി. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ ഡ്രീം ചിൽഡ്രനിലേക്ക് വരുന്നു. ആരുടെ എസ്സേ ആണ് ഡ്രീം ചിൽഡ്രൻ? ആരുടെ എസ്സേ ആണ്? സ്പീഡ് ആവുന്നില്ലല്ലോ. നമ്മളിങ്ങനെ പല വർക്ക്സിലൂടെ ഇങ്ങനെ ചാടി വരികയാണ്. ഓക്കെ അല്ലേ? യെസ്, ചാൾസ് ലാമ്പിന്റെ എസ്സേ ആണ്. ചാൾസ് ലാമ്പിന്റെതാണ്. യെസ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. യെസ്, വെരി ഗുഡ്. ഹു ആർ ദ ഡ്രീം ചിൽഡ്രൻ ഇൻ ദ എസ്സേ? നമ്മുടെ എസ്സേയിൽ പറഞ്ഞിട്ടുള്ള ഡ്രീം ചിൽഡ്രൻ ആരൊക്കെയാണ്? Is very good. Imagined figures representing unfulfilled longing. ഇപ്പൊ ചാൾസ് ലാമ്പ് വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ വിവാഹം കഴിക്കുമായിരുന്നുവെങ്കിൽ അതിലുണ്ടാകുന്ന കുട്ടികളെയാണ് അദ്ദേഹം സങ്കല്പിക്കുന്നത്. ആ കുട്ടികളുടെ പേരെന്തൊക്കെയാ? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആണ് അദ്ദേഹത്തിന്റെ കഥ കേൾക്കാൻ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. യെസ്, പെൺകുട്ടിയുടെ പേര് ആലീസ് എന്നാണ്. ആലീസ്. യെസ്, ആൺകുട്ടിയുടെ പേര് വളരെ ഒരു കോമൺ നെയിമാണ്. ആൺകുട്ടിക്ക് കൊടുത്തിട്ടുള്ളത് കോമൺ നെയിമാണ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു പേരാണ്. യെസ്, ജോൺ. ആലീസും ജോൺ. അവിടെ മാറിപ്പോകരുത്. ജോൺ എന്ന് തന്നെയാണ് ചാൾസ് ലാമ്പിന്റെ ബ്രദറിന്റെ പേരും, അല്ലെ? ചാൾസ് ലാമ്പിന്റെ ബ്രദറിന്റെ പേരും ജോൺ എന്ന് തന്നെയാണ്. ആ ബ്രദറിനെ കുറിച്ചും നമ്മുടെ എസ്സേയിൽ പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. Then what is the name of the woman mentioned in the story that Lamb loved? ചാൾസ് ലാമ്പ് പ്രണയിച്ചു, സ്നേഹിച്ചു എന്ന് പറയുന്ന സ്ത്രീയുടെ പേര്?
ചാൾസ് ലാംബ് സ്നേഹിച്ച സ്ത്രീയുടെ പേര്, പെൺകുട്ടിയുടെ പേര് എസ് അലീസ് ആണ്. ആലീസ് WN ആണ് കേട്ടോ. ബ്രിഡ്ജറ്റ് ആരാ? ബ്രിഡ്ജറ്റ് ആരാ? സിസ്റ്റർ, ഈ കാണുന്ന സിസ്റ്റർ മേരി ലാംബ് അല്ലെ? യെസ്, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത എസ്സേയിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷൻ. ഇതെല്ലാം നമ്മൾ ഒറിജിനൽ എസ്സേ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. Who is described in the essay as looking like an old book badly needing a new cover. അപ്പൊ നമ്മുടെ ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷനിൽ അദ്ദേഹം ഒരു എസ്സേയുടെ പകുതി കഴിഞ്ഞാൽ പിന്നീട് പറയുന്നത് ഒരു ഫ്രണ്ടിനെ കുറിച്ചാണ്. അപ്പൊ ഏത് ഫ്രണ്ടിനെ കുറിച്ചാണ്? ആള് ഒരുപാട് നേരം പുസ്തകവുമായിട്ട് ഇങ്ങനെ മൽപ്പിടുത്തത്തിലാണ്, അഥവാ നിരന്തര പുസ്തക വായനയിലാണ്. അവസാനം അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു പഴയ പുസ്തകത്തെ പോലെ തോന്നുന്നുണ്ട്. ജോർജ് ഡയറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ്. ജോർജ് ഡയറിനെ ഏത് പേരിലാണ് അതിനകത്ത് പറയുന്നത്? ജോർജ് ഡയറിനെ 2 ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് അതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? GD എന്നാണ് അതിനകത്ത് പറയുന്നത് അല്ലെ? GD. യെസ്, വെരി ഗുഡ്. Then what does Lamb find attractive about Oxford during vacation? വെക്കേഷന്റെ സമയത്ത് ഓക്സ്ഫോർഡിനെ കുറിച്ച് അദ്ദേഹം കൂടുതൽ ആകർഷണീയമായിട്ട് കണ്ടെത്തുന്നത് എന്താണ്? ഓക്സ്ഫോർഡിൽ അദ്ദേഹത്തിന് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് എന്താണ്? യെസ്, വെക്കേഷൻ സമയത്ത് പോകുമ്പോൾ അവിടെ ആളുകളൊന്നും ഉണ്ടാവൂല. The empty, peaceful atmosphere and opportunity to explore. അവിടെ പോകുമ്പോൾ കുട്ടിയും അദ്ദേഹം തന്നെയാണ്, സ്റ്റുഡന്റും അദ്ദേഹം തന്നെയാണ്, പ്രൊഫസറും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള റോളൊക്കെ അവിടെ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ഈ മൊഡ്യൂൾ 3 മുഴുവനും വർക്ക്സ് നോക്കിയോ? മൊഡ്യൂൾ 3 മുഴുവനും നോക്കിയിട്ടുണ്ടോ? മൊഡ്യൂൾ 3 ഫുള്ള് ക്ലാസ് കേട്ട് തീർന്നിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ കണ്ടു തീർന്ന ആളുകള് റിവിഷൻ ചെയ്യാൻ വിട്ടുപോകരുത്. കണ്ടു തീർക്കാത്ത ആളുകള് എത്രയും പെട്ടെന്ന് കാണുക കേട്ടോ. എത്രയും പെട്ടെന്ന് ഇങ്ങനെ കണ്ടു തീർക്കുക, പെൻഡിങ്ങിൽ വെക്കരുത്. ഇനിയുള്ള സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യട്ടോ. സമയം കണ്ടെത്തുക. നമ്മൾ തന്നെയാണ് സമയം കണ്ടെത്തേണ്ടത്. എനിക്ക് സമയമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെൻഡിങ് ആയിട്ടുള്ളതെല്ലാം കണ്ടു തീർക്കുക കേട്ടോ. സമയമില്ല എന്നുള്ളത് എക്സ്ക്യൂസ് നിങ്ങളോട് തന്നെ പറയരുത് അല്ലെ? നിങ്ങൾ സമയമില്ല എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ടൈം യൂസ് ചെയ്യണം. ഹറിബറി ആകരുത്. കേട്ട് തീർക്കുക എന്ന ഉദ്ദേശത്തിൽ നിങ്ങൾ കേട്ട് തീർക്കരുത്. പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നുവെങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് തന്നെ പഠിക്കണം. ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഹറിബറി കാണിച്ചുകൊണ്ട് പേജ് നമ്മൾ മറിച്ചു വിടും, അല്ലെങ്കിൽ ഓരോ PDF നമ്മൾ വായിച്ചു വിടും, ഓരോ ക്ലാസ്സും കേട്ടുവിടും. പക്ഷെ അതിനകത്ത് പറയുന്നത് മനസ്സിൽ പതിയാതെ പോകും. അങ്ങനെ ചെയ്യരുത്. പ്രൊഡക്റ്റീവായിട്ട് ടൈം യൂസ് ചെയ്യണം. കമ്പാരിസൺ നടത്തേണ്ട സമയമൊന്നുമല്ല. അയാൾ ഇത്ര പഠിച്ചു, ഇയാൾ ഇത്ര പഠിച്ചു എന്നൊന്നും നിങ്ങൾ കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക കേട്ടോ. ഓക്കെ, എനിക്ക് ഈ ലൈവില് നിങ്ങളോട് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. റെക്കോർഡിനിടയിൽ ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Where does Lamb feel he is inhaling learning? അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. Where does Lamb feel he is inhaling learning? എവിടെ വെച്ചാണ് താൻ അറിവ് ഇൻഹെയിൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നത്? ഓക്സ്ഫോർഡിലെ ലൈബ്രറിയിൽ കയറിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ഇവിടെ കയറുമ്പോൾ ഇവിടെ മഹാന്മാരായ ഒരുപാട് ആളുകൾ എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം അറിവ് ഞാൻ ശ്വസിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ്. ആര് എഴുതിയിട്ടുള്ളതാണ്? ആ ഡ്രാമയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. Who is Algernon's imaginary friend used as an excuse to escape social obligation? അപ്പൊ ഇവിടെ നമുക്ക് 2 കഥാപാത്രങ്ങളുണ്ട്. ആൽഗർണനും ഉണ്ട്, ജാക്കും ഉണ്ട്. ഇതിൽ സോഷ്യൽ ഒബ്ലിഗേഷൻസ്, സാമൂഹിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പ് ആക്കുന്നതിന് വേണ്ടി ആൽഗി യൂസ് ചെയ്യുന്ന പേര്? ഓപ്ഷൻ ബി ആണ് അല്ലെ? ബേൺബറി ആണ്.
ജാക്ക് യൂസ് ചെയ്യുന്ന പേരാണ് ഏണസ്റ്റ്. ജാക്ക് യൂസ് ചെയ്യുന്ന പേരാണ് ഏണസ്റ്റ്. അതുപോലെ ആൽഗി യൂസ് ചെയ്യുന്ന സാധനമാണ് ബേൺബറി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഞാനത് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആരാ റൈറ്റർ? ആരാ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് ആരാ എഴുതിയിട്ടുള്ളത്? അത് പറഞ്ഞില്ലല്ലോ. ആരാ എഴുതിയിട്ടുള്ളത്? നമ്മൾ കഴിഞ്ഞു കേട്ടോ, ഒരു 5 ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ. ആരാ എഴുതിയിട്ടുള്ളത്? ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് ആരാ എഴുതിയത്? എല്ലാരും മറന്നോ? ഏറ്റവും കൂടുതൽ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്. അല്ലെ, കോമഡി ഓഫ് മാനേഴ്സിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ തുടക്കഭാഗം ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട പേരാണ്. ഓസ്കർ വൈൽഡ് അല്ലെ? ഓസ്കർ വൈൽഡ് അല്ലേ എഴുതിയിട്ടുള്ളത്? ഓർമ്മ വന്നു? യെസ്. ഞാൻ ഇവിടെ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഇതിൽ നമ്മുടെ ഓദർ ഉണ്ടല്ലോ, ഓദറിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓദറുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന കഥാപാത്രം ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ പേര് പറയും? നമ്മുടെ ഓദറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥാപാത്രം ആരാണ് എന്ന് ചോദിച്ചാൽ, വൈൽഡ് എന്നേ ഉള്ളൂ, ഇവിടെ എല്ലില്ല കേട്ടോ. ഓദറുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന കഥാപാത്രം ആരാണ് എന്ന് ചോദിച്ചാൽ ജാക്ക് അല്ല, ആൽഗനൺ ആണ് കേട്ടോ. ആൽഗനൺ ആണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കവിതയൊക്കെ ഉദ്ധരിക്കുന്നതും ഭയങ്കരമായിട്ട് ജോളിയായിട്ട് നിൽക്കുന്നതും ഒക്കെ ആൽഗനൺ ആണ്. ജാക്ക് അത്രത്തോളം ഇല്ല കേട്ടോ. ലിറ്ററേച്ചറിനോട് താല്പര്യമുള്ള ചില എപ്പിഗ്രാം ഒക്കെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൽഗിയാണ് കേട്ടോ. നമ്മൾ ജാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കും, ആൽഗിയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഐറ്റം കോസസ് ആൽഗനൺ ടു സസ്പെക്ട് ജാക്ക് ഹാസ് എ ഡബിൾ ലൈഫ്? അപ്പൊ ആൽഗനൺ ബൻബറി എന്ന പേരിൽ ജീവിതം അടിച്ചു പൊളിക്കുന്നുണ്ട് അല്ലെ. അദ്ദേഹം പട്ടണത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക് പോയാണ് ജീവിതം അടിച്ചു പൊളിക്കുന്നത്. ഇതേപോലെ ജാക്കും ഒരു ഡബിൾ ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട് എന്നതിന് തെളിവായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ, യെസ്, വെരി ഗുഡ്, നമ്മുടെ ഒരു സിഗരറ്റ് കേസാണ്. ആര് കൊടുത്ത സിഗരറ്റ് കേസാണ്? ആര് കൊടുത്തതാണ്? അദ്ദേഹത്തിന്റെ വാർഡ് അല്ലെ? യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, where does Miss Prism accidentally leave the baby Jack? Miss Prism യുവതിയായിരിക്കുന്ന സമയത്ത് ജാക്കിനെ ഒരു സ്ഥലത്ത് വെച്ച് മറന്നുപോയിട്ടുണ്ട്. എവിടെ വെച്ചാണ് മറന്നുപോയിട്ടുള്ളത്? എവിടെയാണ് മറന്നു വെച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ എങ്ങനെ വന്നേ? ഓപ്ഷൻ എ ഒരിക്കലും വരില്ല. ബാങ്ക് എന്ന് പറയുന്ന സാധനം തന്നെ നമ്മുടെ കഥയിൽ വരുന്നില്ലല്ലോ. ക്ലോക്ക് റൂം അല്ലെ, വിക്ടോറിയ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന ഓർമ്മയില്ലേ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഗീതി ടീച്ചർ. ഓപ്ഷൻ എ ഒരിക്കലും വരില്ല. വിക്ടോറിയ റെയിൽവേ സ്റ്റേഷൻ ആണ്. അവിടെ ഒരു നോവലൊക്കെ എഴുതി വെച്ച് മറന്നു പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ഓർമ്മയില്ലേ? ദെൻ വാട്ട് ഈസ് ബേൺബറി? നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസും ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ഡൗട്ട് ഒന്നും ചോദിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഒരുപാടൊന്നും പറയാൻ നിൽക്കാത്തത്. യെസ്, ഓക്കെ. യെസ്, ബേൺബറി കൊണ്ട് ഉദ്ദേശം ഇൻവെന്റിങ് ആൻ ഇൻവാലിഡ് ഫ്രണ്ട് ടു അവോയ്ഡ് ഒബ്ലിഗേഷൻ. സാമൂഹിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നതിന് വേണ്ടി ഒരു ഫേക്ക് ഫ്രണ്ടിനെ ഉണ്ടാക്കുന്നതിനാണ് ബേൺബറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഏത് കഥാപാത്രമാണ് ഐ നെവർ ട്രാവൽ വിത്തൗട്ട് മൈ ഡയറി? ഞാൻ ഡയറി ഇല്ലാതെ യാത്ര ചെയ്യാറില്ല. വൺ ഷുഡ് ഓൾവേസ് ഹാവ് സംതിങ് സെൻസേഷണൽ ടു റീഡ് ഇൻ ദ ട്രെയിൻ. യാത്ര ചെയ്യുമ്പോൾ വളരെ സെൻസേഷണൽ ആയിട്ട് എന്തെങ്കിലും വായിക്കാൻ ഉണ്ടാകണം എന്ന് പറയുന്നു. ഏത് കഥാപാത്രമാണ് പറയുന്നത്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ആരാണ് ഇത് പറയാൻ സാധ്യതയുള്ളത്. ഓപ്ഷൻ എ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ. നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇവിടെ യാത്ര ചെയ്യുന്ന കഥാപാത്രം ആരാന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ സിസിലിയും കഥ എന്ത് എഴുതുന്നുണ്ട്? സിസിലി കാർഡിയും ഡയറി എഴുതുന്നുണ്ട്. ഗ്വെൻറ്റലിൻ, രണ്ടുപേരും ഡയറി എഴുതുന്നുണ്ട്. ഇവിടെ ട്രാവൽ ചെയ്യുന്നത് ആരാണ്? ഗ്വെൻറ്റലിൻ അല്ലേ ട്രാവൽ ചെയ്യുന്നത്? അത് മാത്രം ചിന്തിച്ചാൽ മതി. ഡയറി രണ്ടുപേരും എഴുതുന്നുണ്ട്. സിസിലിയും ഡയറി എഴുതുന്നുണ്ട്, ഗ്വെൻറ്റലിനും ഡയറി എഴുതുന്നുണ്ട് അല്ലെ? രണ്ടുപേരും ഡയറി എഴുതുന്നുണ്ട്. പക്ഷെ യാത്ര ചെയ്യുന്ന ആരേ ഉള്ളൂ? നമുക്ക് മനസ്സിലായില്ലേ? ഡയറി രണ്ടുപേരും എഴുതുന്നുണ്ട്.
ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില ട്രെൻഡാണ് ഡയറി എഴുതുക. പ്രത്യേകിച്ചും ഈ യുവതികൾ എന്ത് ചെയ്യും, അവരുടെ കാര്യങ്ങളൊക്കെ ഡയറിയിൽ എഴുതി വെക്കും. മറ്റൊരു കാര്യമാണ് ഈ ഒരു ആഫ്റ്റർനൂണിൽ ഒരു ടീ ബ്രേക്ക്, ടീയും ഒരു കുക്കുംബർ സാൻഡ്വിച്ചും കേക്കൊക്കെ കഴിക്കുന്ന ഒരു പരിപാടി സ്ഥിരം അന്നത്തെ കാലത്ത് ഉണ്ടായിരിക്കുന്ന രണ്ട് ട്രെൻഡാണ്. അപ്പൊ യുവതികൾ എന്ത് ചെയ്യും, ഡയറി എഴുതും. അതിന്റെ ഭാഗമായിട്ട് സിസിലിയൻ ഡയറി എഴുതുന്നുണ്ട്, ഗ്വെൻറ്റലിനും ഡയറി എഴുതുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ട്രാവൽ ചെയ്യുന്നത് ആരേ ഉള്ളൂ, ഗ്വെൻറ്റലിനെ ഉള്ളൂ കേട്ടോ. ആ രീതിയിലൊന്ന് ഓർത്തിരിക്കണേ. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ അന്നത്തെ ചില ഫാഷന്റെ പ്രതീകമാണ് ഈ ഡയറിയൊക്കെ. ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതി വെക്കുന്നത് അല്ലെ. സിസിലി ഏണസ്റ്റുമായിട്ടുള്ള വിവാഹബന്ധം ഉറപ്പിച്ചതും ബ്രേക്ക് ആവുന്നതും ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ. വാട്ട് ഡസ് ആൽഗനുൻ കൺസ്യൂം ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ത്രൂ ഔട്ട് ദ പ്ലേ? നമ്മുടെ നാടകത്തിന്റെ അവസാനം, അവസാനമല്ല, പ്ലേയിലുടനീളം ആൽഗനുൻ സ്ഥിരം കഴിക്കുന്ന ഒരു സംഭവമുണ്ട്. അതെന്താ? കുക്കുംബോ സാൻഡ്വിച്ച് ആണ്. കുക്കുംബോ സാൻഡ്വിച്ചേഴ്സ് ആണ്. ഓക്കെ. Then what is the main theme of the play? നമ്മുടെ പ്ലേയുടെ പ്രധാനപ്പെട്ട തീം എന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? What is the main theme of the play? നമ്മുടെ യെസ്, the hypocrisy of the Victorian social manners. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 3 50 ക്വസ്റ്റ്യൻസ് എല്ലാ വർക്ക്സും നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്, നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്? എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ? 5 എണ്ണം. രശ്മി ടീച്ചർ 5 എണ്ണം, ഗീത ടീച്ചർ പറഞ്ഞില്ല. നിങ്ങളുടെ കമന്റ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ പേര് വിളിക്കുന്നില്ല എന്ന് മാത്രം. രശ്മി ടീച്ചർ സ്ഥിരം ക്ലാസ്സിൽ കാണുന്നത് കൊണ്ടാണ് രശ്മി ടീച്ചറിന്റെ പേര് ഇങ്ങനെ പറയുന്നത്. ഗീത ടീച്ചർ പറഞ്ഞില്ല. രശ്മി ടീച്ചർ കുറച്ചുകൂടെ ഒന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. 5 എണ്ണം എന്ന് പറയുമ്പോൾ വലിയ കൺഫ്യൂഷൻ ഒന്നും അല്ല അല്ലെ. കുഴപ്പമില്ലാത്ത, തരക്കേടില്ലാത്ത ഒരു നിലവാരത്തിലാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങൾ പഠിക്കണം. ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ പഠിച്ചു വെക്കണം. ഗീത ടീച്ചർ പോയോ? ടീച്ചർ എഴുതിയിട്ടില്ല, നോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ സ്വയം വിലയിരുത്തുക. എന്നുള്ളതാണ് ഏറ്റവും മെയിൻ അല്ലെ. നിങ്ങൾ ഇവിടെ ആൻസർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ എക്സാമിന് നിങ്ങൾ കൃത്യമായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റണം, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റണം. അതിനെല്ലാവർക്കും കഴിയട്ടെ. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ പരമാവധി ലൈവ് ക്ലാസ്സിൽ എല്ലാവരും ഇടപെടാൻ ശ്രമിക്കുക. എല്ലാവരും കമന്റ് ചെയ്യുക. നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആണ്, നമുക്ക് അതിന്റെ ഒരു പ്രാധാന്യം പറയേണ്ട ആവശ്യമില്ല. യെസ്, താങ്ക് യു. എല്ലാവർക്കും ഓക്കെ ആയിരുന്നു എന്ന് കരുതുന്നു. ഓക്കെ അല്ലേ ഗീതു ടീച്ചർ? വേറെ ആരാ ഉള്ളത്? കൃഷ്ണ ടീച്ചറൊക്കെ പോയോ? ഗീതു ടീച്ചർ, കവിത ടീച്ചർ, ബാക്കി ഒരാളുണ്ടായിരുന്നു, പോയെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. സ്റ്റോഡിയേഴ്സ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ഒരു സമയം പോലും നഷ്ടമാകാതെ പഠിക്കുക. വളരെ ക്രിയേറ്റീവായിട്ട്, പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുക. പഠിക്കാനിരിക്കുന്ന സമയം പൂർണ്ണമായിട്ടും പഠനത്തിന് വേണ്ടി തന്നെ മാറ്റിവെക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ബാക്കി പോർഷൻസ് ഒക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കവർ ചെയ്ത് തരും കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പഠിച്ചു വരിക. ജനറൽ പേപ്പറും കറണ്ട് അഫയേഴ്സും എല്ലാം കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് പഠിച്ചു പോവുക. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. സോ അടുത്ത ഒരു റാങ്ക് ലിസ്റ്റിൽ എല്ലാവർക്കും ഉൾപ്പെടാൻ കഴിയട്ടെ. എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് കയറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.